ഹേയ് ഗൈസ്, ഇന്ന് എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കാൻ കണ്ടന്റ് ഇല്ല. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ചെയ്യുന്നത് ഒരു കണ്ടന്റ് ആണ്. പക്ഷെ എന്തുകൊണ്ട് എനിക്കൊരു കണ്ടന്റ് കിട്ടുന്നില്ല? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതും പോരാഞ്ഞിട്ട് ഇന്നൊരു കണ്ടന്റ് ചെയ്യാൻ നോക്കാലോ? ശരിയാവും. ഏയ് ആ ഇതാണ് സംഭവം. ഇനി ഒരു കണ്ടന്റ് തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് കണ്ടന്റ് മാറ്റി തെറ്റാലോ, വേറെ പിടിക്കാം, തെറ്റാ ശരിയാകത്തില്ല. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങളെ ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണെങ്കിൽ വീഡിയോ എടുക്കേണ്ടി വന്നാൽ അവിടെ ഫുൾ അലമ്പായിരിക്കും, ഒച്ചയായിരിക്കും, പറ്റത്തില്ല. പക്ഷേ എനിക്കിപ്പോ അതിന് പ്രശ്നമില്ല. പിന്നെ എനിക്ക് മൈക്കുണ്ട് കഴിച്ചു. അപ്പൊ മൈക്കിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അത് പറഞ്ഞപ്പോഴാ തീർന്നില്ല പറഞ്ഞത്. ഇനിയിപ്പോ ഒരു സൂപ്പർ ബ്രെയിൻ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. സൂപ്പർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് മൾട്ടി ടാലന്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ഒരാൾ ആണെങ്കിൽ അയാൾക്ക് 100 ചിന്തകളായിരിക്കും. ഞാൻ ഇന്നലെ ഒരു പാട്ട് പോസ്റ്റ് ചെയ്തേ, പക്ഷെ ഇന്നലെ പാട്ടിട്ടുണ്ട്, ഇന്ന് പാട്ടിട്ട് സെറ്റാവോ? ഓ മൈ ഗോഡ്, 100 ടെൻഷൻ. പിന്നെ ആദ്യമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ എത്ര എഡിറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞാലും, സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞാലും, എത്ര തൊഴിൽക്കട്ടി ഉണ്ട്, ഒരു പേടിയില്ല ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള പറഞ്ഞാലും എന്ത് കാര്യം, കണ്ടന്റ് വേണ്ടേ? അതിന്റെ ഇടയിൽ കൂടെ വേറെ ചുറ്റി സഞ്ചരിക്കുന്ന ചില ചിന്തകളുണ്ട്. ഇനി കണ്ടന്റ് വർക്കൗട്ട് ആവോ? ഇനി എത്ര വ്യൂസ് കിട്ടും? ഇനി വ്യൂസ് കിട്ടുന്നതിന് പോട്ടെ, ആർക്ക് കിട്ടാവോ? അതും പോരാഞ്ഞിട്ട് ഇവർക്ക് ഇപ്പോഴത്തെ കളി ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇങ്ങനത്തെ ആയിരിക്കും. എന്തൊക്കെയാല്ലേ നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, എഡിറ്റേഴ്സ്, അതായത് മീഡിയ റിലേറ്റീവ്സ്, ശതമാന ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ കാര്യം പറയാം. ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് തേക്കെടുത്തിട്ട് വീഡിയോ പോരാഞ്ഞിട്ട് പ്ലസ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു മാരക കേസാണ്. അത് വേറെ അത്ര എളുപ്പമല്ല.